Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോക്കനട്ട് ട്രഫിളിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഈ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 30 സെക്കൻഡ് ആദ്യം കൊടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 30 സെക്കൻഡ് കൊടുക്കുക. അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ 1 മിനിറ്റ് ഒന്നും ഒന്നിച്ചിട്ട് മെൽറ്റാക്കി എടുക്കരുത്. ഇല്ലെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ ബൗൾ ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ മെൽറ്റായി വരും. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാലും മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്രീം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ക്രീം കൂടെ ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം ചേർക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് തിക്കായി വരും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുണ്ട്. ഞാനിത് വാങ്ങിയിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിലും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാം. ആദ്യം ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ കറുത്ത പോർഷനൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് കളറ് മാറരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ കൈകൊണ്ടൊന്ന് ഒരു ബോളാക്കി എടുക്കാനുള്ള പാകത്തിനാവണം. ഞാൻ ഇതുപോലെ പാക്കറ്റിൽ വന്നിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി ബോളാക്കി എടുക്കാം. ഞാനിവിടെ ഇത് കുറച്ച് ബോളാക്കി എടുക്കുന്നുണ്ട്. ബാക്കി ഒരു സിലിക്കണിൻ്റെ ഒരു മോൾഡിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് കവർ ചെയ്തിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഹേസൽനട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഷ്യൂനട്ടോ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ സിലിക്കണിൻ്റെ മോൾഡിലേക്കും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ ഇതിലേക്ക് ഇത് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം. ഈ തിളച്ച വെള്ളത്തിലിരുന്ന് ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ മെൽറ്റായി തുടങ്ങും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടുള്ള നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ഇങ്ങ് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും.
ഇനി ഇത് ഓരോ പീസും എടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ചോക്ലേറ്റ് മാത്രമേ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി അല്ലാതെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്താൽ മതി. ഈ ചോക്ലേറ്റ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളത്. ബാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ബോൾസ് ആക്കിയിട്ടുള്ളതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്